കൃഷ്ണേ, എന്തു പറ്റി മോളെ? എന്തിനാ കരയുന്നേ? ഒന്നുമില്ല ചേച്ചി. ആ, ഒന്നുമില്ലാതെ ഇങ്ങനെ വെറുതെ ഇരുന്ന് കരയാണോ? നീ കാര്യം പറ. ഇന്ന് മാത്രമല്ല, ഞാൻ പലതവണ നിന്നെ കണ്ടിട്ടുണ്ട്. ഒന്നുമില്ല ചേച്ചി. ശരി, ഞാനേ സിന്ധു ചേച്ചിനെ വിളിച്ച് പറയാം. നീ ഇവിടെ ഇരുന്ന് കോളേജിൽ പോകാതിരുന്ന് കരയാന്ന്. ചേച്ചി എന്നാ പറ, എന്താ? മാത്സിന് മാർക്ക് പറഞ്ഞുകൊണ്ട് ചേച്ചി എന്നെ ട്യൂഷനാക്കണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞത്. അവരെന്നെ ചേർത്തു. പക്ഷേ ആദ്യത്തെ ഒരു മാസം എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് പ്രോബ്ലംസ് പറഞ്ഞു തരാൻ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഒരു സാറിൻ്റെ രീതിയിലുള്ള പെരുമാറ്റമല്ലായിരുന്നു അയാൾക്ക്. ആദ്യം ഞാൻ അതത്ര വലിയ കാര്യമാക്കിയില്ല. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസവും അത് കൂടിക്കൂടി വന്നു. ആദ്യം ഞാൻ കരുതി ഈ കാര്യം അമ്മയോട് പറയാമെന്ന്. പക്ഷേ എനിക്കതിനുള്ള ധൈര്യമില്ലായിരുന്നു. അങ്ങനെ ആരും ഇല്ലാത്തൊരു ദിവസം അയാൾ എന്നെ ആ ദിവസത്തെ പറ്റി ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും പേടിയ ചേച്ചി. നീ എന്ത് മണ്ടത്തരം മോളെ കാണിച്ചേ? നിനക്ക് തന്നേ വീട്ടിൽ പറയാറുന്നില്ലേ? പറഞ്ഞിട്ടും കാര്യമില്ല ചേച്ചി. അച്ഛന് പുള്ളിയെ ഭയങ്കര വിശ്വാസമാണ്. പിന്നെ അമ്മയ്ക്ക് അയാളോടുള്ള പെരുമാറ്റത്തിൽ എനിക്കെന്തോ നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. അല്ല ചേച്ചി, സത്യമാ. ഇപ്പം ആ പുള്ളി പഠിപ്പിക്കുന്ന കോളേജിലാണ് എന്നെയും കൂടി ചേർത്തേക്കുന്നത്. അവിടെ ഇത് തന്നെ എൻ്റെ അവസ്ഥ. ശരി, നീ ഒരു കാര്യം ചെയ്യ്. നീ ഇത് വീട്ടിലും പറയണ്ട, ആരോടും പറയണ്ട. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനുള്ള മരുന്ന് നീ തന്നെ കൊടുത്താൽ മതി. വാ, നടക്ക്. മോളെ. പറഞ്ഞോ, കേൾക്കുന്നുണ്ട്. മോളെ, അമ്മയ്ക്ക് ഇച്ചിരി ചായ ഇടടി. ഞാനിവിടെ പഠിക്കുന്ന കണ്ടില്ലേ, അമ്മ പോയിട്. പിന്നെ കൊച്ചിനാരും നോക്കും. എനിക്കിതിരി ക്യാരറ്റ് ജ്യൂസും കൂടെ എടുത്തോ കൂട്ടത്തിലെ. ഞാനും ഒന്ന് വെളുക്കട്ടെ. ശരിയാക്കി തരോടി. അവളൊരു കെട്ടിലമ്മ വന്നേക്കുന്നു. പോണ്ടോരം. മോളിങ് വാ, ഇവിടെ ഇരിക്കെ. ആ, റോഡി മൊത്തം വിജാലയാണല്ലോ. പൈസ ആരോടുത്തിണ്ടോ? കണ്ട് 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 നിർത്ത്. സ്റ്റാൻഡെത്തി. നിങ്ങളെ ഒരു 500 രൂപ എടുക്കാനാണോ? 500? എൻ്റെ പോടാ. കടമായിട്ട് വേണ്ടെന്ന്, പിരിവായിട്ട് മതി. പോടാ പോടാ. നീ എന്നെ പണിക്കുമല്ലോ പോകണോ? പണിക്കണ്ടേ, പട്ടി പോവും. പിന്നെ അത് നമ്മുടെ റാം വരുന്നുണ്ട്. അപ്പം ചെറുതൊരെണ്ണം എടുക്കാൻ. അതിനവൻ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. കഷ്ടം. ഒരു 500 രൂപ പ്ലീസ്. തരാൻ പറ്റില്ല? ഓഹോ, വൈകിട്ട് അമ്പലത്തിൽ വാടാ, നിന്നെ തീർക്കുമ്പോ എനിക്ക് പണിയോടെ തന്നെ ഉണക്കപ്പഴം കഴിച്ചോണ്ട് ഞാൻ എടുത്തു. പണിക്ക് വിടാൻ ഓരോ നാറികൾ. മക്കളെ, അമ്മേ, നീ അപ്പടി അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടാ. തിന്നാൻ തരില്ലടാ നിനക്ക്. അവിടുത്തെ കാലാവസ്ഥ എങ്ങനെ ശരിയാകാൻ? കുഞ്ഞു തേടി അകത്തുണ്ട്. എവനെയൊക്കെ ആരാടാ വണ്ടിയാ കയറ്റി? വാ അമ്മേ. ഇത്തിരി അണയാറായില്ലേ? എല്ലാ തണ്ടികളും കയറിപ്പോയി. എടാ, ലോഡ് ചെയ്യുമ്പോൾ ഞാനെന്താ ഒട്ടകവും? എടാ, കഴിക്കും മക്കളെ, നിനക്കുണ്ടാക്കിയതാ, കഴിക്ക്. എൻ്റെ അമ്മേ, എത്ര നാളുകൂടിയാ വയറ് നിറച്ച് നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നേ. എന്റെ മോൻ കഴിച്ചോടാ, മുഴുവൻ കഴിച്ചോ? നിക്കട്ടെ. കടയുടെ വാടക ശിശുപാലം കൊണ്ട് തരുന്നുണ്ടോ അമ്മേ? അത് ഞാൻ ആ സുറയെ കൊണ്ട് വാങ്ങിപ്പിക്കാറുണ്ട്. അതെങ്ങനാ, ഇവിടെ ചിലർക്കൊക്കെ അത് പോയി വാങ്ങിക്കാൻ നേരമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ എറണംകെട്ടവന്മാരെയൊക്കെ വിട്ട് വാങ്ങിപ്പിക്കുന്നത്. ഞാൻ എല്ലാം അറിയുന്നുണ്ടമ്മേ. അറിയുന്നുണ്ടല്ലോ, അത് മതി, സന്തോഷം.
കഴിച്ചോ കഴിച്ചോ. ആ. ഉം. എന്താടി അമ്മയ്ക്ക് നിന്നെ പറ്റി പരാതി മാത്രമേ ഉള്ളല്ലോ. നിങ്ങൾ അമ്മയുടെ പരാതി മാത്രമല്ലേ കേട്ടുള്ളൂ. എൻ്റെ പൊന്നു ജാനു, ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയില്ലേ ഉള്ളൂ. നീ എൻ്റെ മൂഡ് കളയല്ലേ. ഇത്ര നേരമായി ഞാനിവിടെ നിൽക്കുന്നു. സുഖമാണെന്നൊരു വാക്ക് പോലും ചോദിച്ചില്ലല്ലോ. അതിപ്പോൾ എന്നാ ചോദിക്കാനാ, നിനക്ക് ഇവിടെ സുഖത്തിനുണ്ടായിരുന്നു കുറവ്. പിന്നെ പരമസുഖമല്ലേ, സുഖം കൂടിപ്പോയതിൻ്റെയാ. നീ ഇവിടെ ഇരി. എനിക്കറിയാം നീ എവിടുത്തെ എല്ലാ പണിയെടുക്കുന്നത്. നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്, അമ്മയെ സഹായിച്ചും അല്ലാതെയും ഒക്കെ. എന്നെ തുടരുത്. അതെന്താടി തൊട്ടാ? ഞാൻ നിൻ്റെ ഭർത്താവാ, നീ എൻ്റെ ഭാര്യയും. അതുകൊണ്ട് എനിക്ക് നിന്നെ തൊടാം, അതിനുള്ള അധികാരമുണ്ട്. എന്തധികാരം? നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി. തനിക്ക് തോന്നുമ്പോൾ ഒന്ന് തൊടാനും തോന്നുമ്പോൾ തെറി പറയാനുള്ളതല്ല ഈ പറഞ്ഞ അധികാരം. എൻ്റെ പൊന്നു ജാനു, ഇന്നൊരു നല്ല ദിവസമായിട്ട് നീ ഇങ്ങനെ തുടങ്ങല്ലേ. എന്ത് നല്ല ദിവസം? തന്റെ എല്ലാ കുഴപ്പം തീർക്കുന്നതോ? എന്താ കൈമാറ്റിയത്? അടിക്കേ. ഒരു പട്ടിയെ പോലെ ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. താൻ പറഞ്ഞതും തന്റെ അമ്മ പറഞ്ഞതും കേട്ടോണ്ട് ഇനി എന്നെ നിന്നെ കിട്ടത്തില്ല. ആ പോകാൻ തന്നെ. ഒരു കൊച്ചുണ്ടായ ശേഷം ഈ വീടും അടുക്കളയില്ലാതെ എനിക്ക് മറ്റൊരു ലോകം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആരും എന്നെ പറ്റി ചിന്തിച്ചിട്ടുമില്ല. ഇനിയെങ്കിലും എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാവണം. അതിനിടയിൽ മറ്റൊരു കൊച്ചിനെ കൂടെ എനിക്ക് വയ്യ. ഇവിടുത്തെ നിന്റെ ജീവിതത്തിൽ എന്താണ് ഒരു കുഴപ്പം? സമയത്ത് ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാനും കിട്ടുന്നതിന്റെ കുഴപ്പം. ഉണ്ണാനും എടുക്കാനുണ്ടായ എല്ലാം തികഞ്ഞല്ലോ. പിന്നെ എന്ത് വേണം? നിന്റെ താഴത്തിന് തുള്ളാന്ന് എന്നെ കിട്ടത്തില്ല. അറിയാം. അപ്പൊ ഞാൻ ഇത്രയും കാലം പഠിച്ചതിന് ഒരു വാല്യൂ ഇല്ല. അതോ നിങ്ങൾ ആണുങ്ങൾ മാത്രം ജോലിക്ക് പോയാൽ മതിയെന്നാണോ? ശരി, ഒന്നും വേണ്ട, എന്നെ ജോലിക്ക് വിടണ്ട. അറ്റ്ലീസ്റ്റ് ഞാനൊരു ട്യൂഷനെങ്കിലും എടുത്തോട്ടേന്ന് ചോദിച്ചു. അതിനെങ്കിലും സമ്മതിച്ചോ? ഇല്ല, അവിടെ സമ്മതിക്കാനും പോകുന്നില്ല. നീ സമ്പാദിച്ചുകൊണ്ടോട്ട് വേണ്ട ഈ കുടുംബത്തിൽ ചെലവ് നടത്താൻ. ഒരാൾ ജോലിക്ക് പോകുന്നതേ സമ്പാദിക്കാൻ വേണ്ടി മാത്രമല്ല. അയാളുടെ സ്വപ്നമാണ് ജോലിയും ജീവിതവും ഒക്കെ. നിങ്ങളെപ്പോലുള്ള ആണുങ്ങൾ കാരണം എത്രയോ പെൺകുട്ടികളെ ഇന്നും അടുക്കള കിടന്ന് കഷ്ടപ്പെടുന്നത്. അതിലൊരാളാവാനേ എനിക്ക് സൗകര്യമില്ല. ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോടി ഓപ്പേ. അമ്മൂമ്മയുടെ ഫോൺ താഴെ കേട്ടോ. ആ അച്ഛനെ വിളിക്കാം നമുക്ക്. അച്ഛനെ വിളിച്ചേ മോളെ. വിളിച്ചു ചോദിച്ചാ വേണ്ട അച്ഛൻ അച്ഛാ. വിശേഷം. ഹലോ, അച്ഛനാണോ ഇത്? അച്ഛനാണോ? അച്ഛൻ എന്തുണ്ട് മോളെ. വിശേഷം എന്ന് ചോദിച്ചേ. മോക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഇല്ല അച്ഛാ. അച്ഛൻ എന്താ? വിശേഷം? കുറച്ച് കാലമായിട്ട് അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട്. കഴിച്ചോ? മോക്ക് എന്തോ വിഷമമുള്ള പോലെ. ഏയ് ഒന്നുമില്ല അച്ഛാ. അച്ഛൻ എന്താണേലും പറ, റാമിന്റെ കാര്യമാണ്. പൊന്നുമോള് ചോദിച്ചാ അതൊന്നുമല്ല അച്ഛാ, അച്ഛന് തോന്നുന്നതായിരിക്കും. അച്ഛനെ കേൾപ്പിച്ചേ, പാട്ട് പാടി കേൾപ്പിച്ചേ അച്ഛനെ. എന്തോ ഞങ്ങൾ മോളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മോക്ക് തോന്നുകയാണെങ്കിൽ മോള് ഞങ്ങളോട് ക്ഷമിക്കും. മോൾക്ക് നല്ലത് പറഞ്ഞെന്ന് ആഗ്രഹിച്ചിട്ടല്ലേ. അമ്മയുടെ ചക്കര മുത്താണോ ഇത്? അമ്മയുടെ പൊന്നുമോനാണോ? പാട്ട് പാടിക്കേ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പുതിയ ടീച്ചറായല്ലേ? അതെ. 2ാം ക്ലാസ്സിലാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. 2ാം ക്ലാസ് അവിടെയാണ്. ആണോ? അപ്പൊ ശരി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
മക്കൾക്ക് എന്റെ പേരറിയോ? എന്റെ പേര് ജാനകി. ഇന്നു മുതൽ ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ. ഓക്കെ?